ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്, കേരള പാഠാവലി. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ നോക്കുന്നത് 2ാമത്തെ യൂണിറ്റായ പരിശ്രമമാണ്. ഇക്കായിദോ പരിശ്രമിലെ ആദ്യ ചാപ്റ്ററായ ഗാന്ധിജി കി നമക് കഥ കഹാനിയാണ്. ഉദയൻ വാജ്പേയിയുടെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഗാന്ധിജി കി നമക് കഥ എന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളത്തിലുള്ള കഥ നമ്മൾ പറയും. മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ, ആക്ടിവിറ്റീസ്, ആൻസേഴ്സ്. അപ്പോൾ ഇത്രയും, അതായത് ഫുള്ളായിട്ടുള്ള ചാപ്റ്റർ നമ്മളിതിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഗാന്ധിജിക്ക് നമക് കഥ. 2ാമത്തെ യൂണിറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പരിശ്രമമാണ്. അതിൽ അടിയിൽ മഹാത്മാഗാന്ധി പറഞ്ഞൊരു കോട്ടിങ്സ് ആണ്. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹെ ജബ്കി അന്യ വ്യക്തി जागते हैं और कड़ी मेहनत करते हैं. ओके, नेक्स्ट गांधी की नमक कथा स्टोरी നമുക്ക് വായിക്കാം. एक राजा के 3 बेटियां थी. तुम चाहो तो उस राजा की 4 बेटियां भी हो सकती है. इसी कहानी में राजा ने उनसे पूछा कि वे उन्हें कितना प्यार करती है. पहली ने कहा, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. राजा ने खुशी से सिर हिला दिया. दूसरी ने कहा, मैं तुम्हें उतना चाहती हूँ जितने चांद सितारे आसमान में है. राजा ने खुशी से सिर हिलाया और तीसरी बेटी की तरफ देखा. तीसरी चुप गड़ी थी. वह बोली, मैं तुम्हें गाने में नमक जितना. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങോട്ട് നമുക്ക് അടുത്ത പാരയിലാണ്. അപ്പോൾ അതുവരെയുള്ളത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോറി തുടങ്ങുന്നത്, ഒരു രാജാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയത്തും ചാഹോ തോ ഉസ് രാജാക്ക് 4 ബേട്ടിയാം ബി ഹോ സക്തി. ഇനി നിങ്ങൾ വേണമെങ്കിൽ കഥയിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആ രാജാവിന് 4 മക്കളുണ്ടെന്ന് കരുതിക്കോളൂ. രാജാവ് ഒരു ദിവസം അവരോട് ചോദിക്കുകയാണ്, ഉരേ കിത്തന പ്യാർ കർത്തി ഹെ, അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈ അച്ഛനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, എന്താ പറയുന്നത്, പെഹലിനെ കഹാ മേ തുമേ ഉത്തനാ സാരാ പ്യാർ കർത്തി ഹു ജിത്ന ബഡാ സൂരജ് ഹേ. എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം വലുതാണ് സൂര്യൻ, അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയും. അപ്പോൾ രാജാവിന് വളരെ സന്തോഷത്തോടെ തലയാട്ടി. രണ്ടാമൻ പറയാണ്, ദൂസരീനെ കഹാ മേ തുമേ ഉത്തനാ ചാത്തി ഹു ജിത്നെ ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹേ. പിന്നെന്താ പറയുന്നത്, ആകാശത്തിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയും. രാജാനെ ഖുഷിസെ സിർഹിലായ, രാജാവ് സന്തോഷം കൊണ്ട് തലയാട്ടി. എന്നിട്ട് 3ാമത്തെ മകളോട് ചോദിക്കും, തീസരി ചുപ് കടീത്തി. അപ്പോൾ 3ാമത്തെ മകള് മിണ്ടാതെ നിൽക്കായിരുന്നു. വ ബോലി, എന്നിട്ട് പറയും, മേ തുമേ ഗാനെ മേ നമക് ജിത്തന. അപ്പോൾ പറഞ്ഞു തുടങ്ങുകയാണ്, നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് പോലെ അങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയും. ഓക്കെ, കഹാനി ലംബി ചൽത്തി ഹെ. പെഹലെ രാജാക്കോ യെ ജവാബ് പസന്ദ് നഹി ആത്ത. അപ്പോൾ രാജാവിന് ആദ്യം മകള് പറഞ്ഞ ഈ ഉത്തരം അത്ര ഇഷ്ടപ്പെട്ടില്ല. राजा को ये जवाब पसंद नहीं आता, पर कहानी के अंत में वह राजा गाने में तथा जीवन में नमक के महत्व को समझ जाता है. അപ്പോൾ രാജാവിന് അവസാനം മനസ്സിലായി, ഭക്ഷണത്തിലും നമ്മുടെ ജീവിതത്തിലും ഉപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് രാജാവിന് മനസ്സിലാവുകയാണ്. തബ് അപ്നി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹറായി കോ സമജ്താ ഹെ. അപ്പോഴാണ് തൻ്റെ ഇളയ മകൾക്ക് എത്രത്തോളം തന്നോട് സ്നേഹമുണ്ട്, എത്രത്തോളം ആഴമുണ്ട് ആ സ്നേഹത്തിനെന്ന് മനസ്സിലാകുന്നത്. ഉപ്പ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. തും ധ്യാൻ സെ പഠോ तो पाओगे कि ये कहानी ने तो राजा की है ना उसकी पसंद की. ये कहानी ना उसकी बेटियों के बारे में है ना उनके कहने के बारे में. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ കഥ രാജാവിൻ്റെയോ രാജാവിൻ്റെ മക്കളുടെയോ ഒന്നും അല്ല. രാജാവിൻ്റെ മക്കൾ എത്രത്തോളം രാജാവിനെ ഇഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ചുമല്ല. രാജാവിൻ്റെ മക്കളുടെ ഇഷ്ടങ്ങൾ എന്താ അതറിയുന്നതുമല്ല ഈ കഥ. അപ്പം ഈ കഥ എന്താണ്, ഈ നമക് ഈ കഹാനി ഹെ. ഈ കഥ ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി എക് നമക് കി കഹാനി ലിഖി തി. അപ്പോൾ മഹാത്മാഗാന്ധിയും ഉപ്പിനെ കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കഥയാണ് നമ്മൾ നോക്കുന്നത്. കഹാനി ഉനോനെ ബോൽക്കർ നെഹി ലിഖി. അപ്പോൾ ആ മഹാത്മാഗാന്ധിയുടെ ആ കഥ ഒരിക്കലും അദ്ദേഹം പറഞ്ഞ കഥയോ അദ്ദേഹം എഴുതി വെച്ച കഥയോ ഒന്നും അല്ല, റിയലായിട്ട് നടന്ന കഥയാണ്. കഹാനി ഉനോനെ ചൽക്കർ ലിഖി തി. അദ്ദേഹം നടന്നുകൊണ്ട് രചിച്ച ആ കഥ, അതായത് റിയലായിട്ട് നടന്ന ആ കഥ എന്താ, നമ്മുടെ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ കഥ അല്ലേ, ദണ്ഡി മാർച്ച്. വ കഹാനി ഉനോനെ സൈക്കഡോ മീൽ ചൽക്കർ ലിഖി തി.
മൈലുകളോളം നടന്നിട്ട് അദ്ദേഹം എഴുതിയതാണെന്ന് പറയുന്നു. അപ്പോൾ ഉൻകി ശരിക്കും എഴുതിയതല്ല, അതൊരു ഇതായിട്ട് പറയുന്നതാണ് കേട്ടോ. उनके साथ चल रहे देश भर के लोगों ने लिखी थी. वे सब हमारे देश में अंग्रेजों द्वारा की जा रही अंधाधुंध लूट से चिंतित थे, जो हमारे देश को अंग्रेजों के चंगुल से छुड़ाने चाहते थे, जिन्होंने भारत देश को नए तरह से चलाने का सपना आंखों में लिया था. സോ ഇവിടെ എന്താ പറയുന്നത്, മഹാത്മാഗാന്ധിനെ പിന്തുടർന്ന് കുറെ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയെ പുതുതായി ഭരിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്ന, അല്ലെ, നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ നമ്മളെ കൊള്ളയടിക്കുകയായിരുന്നു, അല്ലേ, അത് നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഉൻദിനും അംഗ്രേസോം നെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗാ രഖാത്ത. അപ്പൊ എന്താണ് ഇതിന് പിന്നിലെ കഥ എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. ആ ഉപ്പിന് പോലും അന്ന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. അപ്പൊ നമുക്ക് ആ ഉപ്പ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം, നികുതി കൊടുക്കണമായിരുന്നു. ഇസേ നമക് ബഹുത് മഹങ്ക ഹോ ഗയാ താ. അതോടുകൂടി ഉപ്പ് എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ള ഒരു സാധനമായി മാറി. നമ്മുടെ രാജ്യത്ത് ഇത്രയും സുലഭമായി ഈസിയായി കിട്ടുന്ന ഒരു സാധനം ഇത്ര വിലയുള്ളതായി മാറുകയാണ്. അംഗ്രേസോം നെ ഭാരത് കെ ലോഗോं को खुद नमक बनाने से रोक रखा था. അത് കൂടാതെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഉപ്പിന് നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. ഉപ്പിന് വിലയും കൂടുതൽ, നമ്മുടെ ഇന്ത്യക്കാർ ഉപ്പുണ്ടാക്കുന്നതിന് ഇവർ തടഞ്ഞു. अगर कोई अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती है. അപ്പോൾ ആരെങ്കിലും അത് ലംഘിച്ച് ഉപ്പുണ്ടാക്കി അവർക്ക് ശിക്ഷയും കിട്ടുമായിരുന്നു. ഗാന്ധിജി സാലോം പഹലെ अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. അപ്പോൾ ഗാന്ധിജി കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ് കേട്ടോ. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ കഥയാണ് പറയുന്നത്. അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി അദ്ദേഹം ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായിട്ട് നടക്കുകയാണ്. അദ്ദേഹത്തെ പിന്തുടർന്ന് കുറെ അനുയായികളും ഉണ്ട് കേട്ടോ. അവിടെ പോയി വേ കഹാ വഹാ ജാക്കർ സമുദ്ര കെ പാനി से गुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. അപ്പോൾ അവിടെ പോയി എന്താണ് ഗാന്ധിജി ചെയ്യാൻ പോണത്, ഗാന്ധിജി അവിടെ ചെന്നിട്ട് ഗാന്ധിജി അവിടെ ചെന്നിട്ട് ബ്രിട്ടീഷുകാര് ഉണ്ടാക്കിയ നിയമം, ഇവിടെ നിന്ന് ആരും ഉപ്പ് ഉണ്ടാക്കരുത്, ഉപ്പ് കുറുക്കരുത് എന്നൊക്കെയുള്ള ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. അപ്പൊ ദണ്ഡി കടപ്പുറത്ത് പോയി ഉപ്പെടുത്ത് അല്ലെങ്കിൽ വെള്ളമെടുത്ത് കുറുക്കി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച് ബ്രിട്ടീഷുകാരുടെ നിയമം ഗാന്ധിജി लंघित. गांधी 3 हफ्तों से भी अधिक पैदल चलते रहे. उनके साथ देश भर से लोग आकर जुड़ते गए. इस तरह जब वे दांडी पहुंचे उनके साथ हजारों लोग थे. അപ്പോൾ ഗാന്ധിജി ഒറ്റയ്ക്കല്ല 3 ആഴ്ചയിലധികം നടന്നാണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അങ്ങനെ അദ്ദേഹം ദണ്ഡിയിൽ എത്തിയപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. जो समुद्र के पानी में घुले नमक को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे. इससे भारत पर अंग्रेजों की पकड़ ढीली पड़ती. അപ്പോൾ ഗാന്ധിജി എന്താ ചെയ്തത്, ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് ട്രാവൽ ചെയ്ത് ദണ്ഡി കടപ്പുറത്ത് എത്തി, ഉപ്പ് കുറുക്കി, ഉപ്പ് നിയമം അങ്ങോട്ട് ലംഘിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആ നിയമം ലംഘിക്കാനാണ് ഇത് ചെയ്തത്. അങ്ങനെ ഇന്ത്യയുടെ മേലുള്ള ബ്രിട്ടീഷിന്റെ ഒരു മേൽക്കോയ്മ ഉണ്ടാവുമല്ലോ, അതൊന്ന് അയയാനാണ് ഇത് ചെയ്തത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് रास्ते में कई गांव पड़े. गांधी और उनके साथी जहाँ भी रुकते गांव वाले उन्हें पूरे मन से गारा गिलाते. അപ്പോൾ പോകുന്ന വഴി 3 ആഴ്ചയോളം നടന്നാണ് ഇവർ അവിടെ എത്തുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളിലുള്ള ആളുകളൊക്കെ ഗാന്ധിജിക്കും ഗാന്ധിജിയുടെ കൂട്ടാളികൾക്കും ഭക്ഷണം നൽകി. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഔർ സുബഹ് ഫിർ ചൽ പഡ്തേ തേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലാണ് രാത്രി എത്തുന്നതെങ്കിൽ ആ രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ തങ്ങിയിട്ട് അടുത്ത ദിവസമാണ് ഇവർ നടക്കുന്നത്. അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ജനങ്ങൾ ചെയ്തു കൊടുത്തു. ദണ്ഡി പहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. लहरें दिखी, लहरों में चमकता सूरज दिखा. किनारे की गड्ढे में नमक से घाटा हुआ पानी और अपने आप बना नमक दिखा. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ ദണ്ഡി കടപ്പുറത്ത് എത്തിയപ്പോൾ എല്ലാവർക്കും ആകാശം വരെ നീണ്ടു കിടക്കുന്ന ആ കടലിന്റെ വിസ്തൃതി കാണാൻ സാധിച്ചു. തിരമാലകൾ കണ്ടു. ആ തിരമാലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ടു. അപ്പം ഇതൊക്കെ അവർ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അവർ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്,
വെള്ളമെടുത്ത് കുറുക്കി ഉപ്പുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം കിനാരെ കി ഗഡ്ഡെ മേ നമക് സെ ഗാട്ടാ ഹുവാ പാനി ഓർ അപ്നെ ആപ് ബനാ നമക് ദിക്ക. അപ്പോൾ അവർ ഉപ്പ് കുറുക്കിയ ഉപ്പും അവർ കണ്ടു. ഉൻ സഭി को गांधी ने यहाँ लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. हमारे दोस्त और कहानीकार आनंदमूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आज़ाद होने का रास्ता खोल दिया. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഗാന്ധിജി അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴിയാണ് അദ്ദേഹം അവിടെ കാണിച്ചു തന്നത്. അവിടെ അവരെല്ലാം, ഈ ജനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നതിലൂടെ ഗാന്ധിജി മുഴുവൻ രാജ്യത്തിനും ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു വഴി കാണിച്ചു കൊടുത്തു. നമ്മുടെ ഇവിടെ പറയുന്നത് അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു കഥാകാരൻ പറയുകയുണ്ടായി, ഗാന്ധിജി അവിടെ പോയി വെള്ളം കുറുക്കി ഒരു പിടി ഉപ്പെടുത്തപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് തുറന്നു കൊടുത്തത്. അതിലൂടെ, അതായത് ഈ ദണ്ഡി മാർച്ചും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നത് കേട്ടോ. 1930 ഈ ദണ്ഡി മാർച്ച്. അതും കഴിഞ്ഞ് 1948 നമുക്ക് ഗാന്ധിജിയുടെ മരണം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയം എടുത്തു. എങ്കിലും പിന്നീട് ഒരു 17 വർഷത്തിന് ശേഷം 17 വർഷ ബാദ് ദേശ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ. പിന്നീട് കണ്ടല്ലോ, ഈ പറയുന്ന പോലെ 17 വർഷത്തിന് ശേഷം രാജ്യം അത് ശരിക്കും കണ്ടു. ആ ഒരു ഉപ്പ് സത്യാഗ്രഹം എല്ലാത്തിനും ഒരു എന്തായിരുന്നു, ഒരു വാതിലായിരുന്നു ശരിക്ക്. इस कहानी में और भी कई भीतरी घुमाव है. तुम वह सब गुद ये गोजो कि हम किन किन रास्तों से अंग्रेजों की जंगल से ചൂട്ടേത്തെ. അപ്പോൾ ഈ കഥയിൽ വേറെയും നിരവധി വഴിത്തിരിവുകളുണ്ട്. നിങ്ങളോട് സ്വയം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ച പുതിയ പുതിയ വഴികൾ, ഒരുപാട് വഴികളുണ്ട്. നമുക്ക് ഈ ദണ്ഡി മാർച്ച് കൊണ്ട് മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പോകെ പോകെ പഠിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ സ്റ്റോറി വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ചരിത്രമാണ്, കഥയല്ല, ശരിക്കും നടന്ന ഒരു കാര്യമാണ്. नेक्स्ट പറയാൻ പോകുന്നത്, अंग्रेजों ने भारत के लोगों को गुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था. इसका कारण क्या होगा? അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് തടഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ടാക്സ് ഏർപ്പെടുത്തി. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത്, अंग्रेजों ने नमक पर टैक्स लगाकर और भारतीयों को गुद नमक बनाने से रोककर अपने आर्थिक लाभ को सुनिश्चित किया. इससे वे नमक के उत्पादन और बिक्री पर एकाधिकार बनाए रख सकते थे और भारतीयों से अधिक कर वसूल सकते थे. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പൈസ തന്നെ ആയിരുന്നു, പണത്തിന് വേണ്ടി തന്നെയായിരുന്നു അവരത് ചെയ്യുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കാതെ അവരുണ്ടാക്കുന്ന സാധനം കൂടുതൽ പൈസയ്ക്ക് വിറ്റഴിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, 17 വർഷ ബാദ് ദേശ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ. ഈ നമ്മൾ 1930 ഞാൻ പറഞ്ഞു 1930 ദണ്ഡി മാർച്ച്. അതിനുശേഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 30 ശേഷം 17 വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലേ. അപ്പോൾ അന്നത്തെ ദണ്ഡി മാർച്ച് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ രാസ്തേ മേ ഹുയി മുഖ്യ ഘടനായ ക്യാ ക്യാ ഹെ. അപ്പോൾ ആ ഒരു വഴിയിലുണ്ടായിരുന്ന, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിലുണ്ടായിരുന്ന മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ് രാസ്തേ മേ മുഖ്യ ഘടനായെ തീ ഗാന്ധിജിക്ക് ദണ്ഡി മാർച്ച്. ഈ ഗാന്ധിജി എന്ന് എഴുതുന്ന സമയത്തെ മേലെ ഒരു ചന്ദ്രക്കലയും കുത്തുവാണ് ഉള്ളത്. അതിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ दांडी मार्च जिसमें उन्होंने समुद्र के पानी से गुद नमक बनाया और अंग्रेजों के नमक कानून का उल्लंघन किया. അങ്ങനെ പോയി ഉപ്പ് കുറുക്കി ലംഘിച്ച് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു, ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. इसके बाद लोगों में आंदोलन फैला और देश ने संपूर्ण राष्ट्रीय एकता के साथ स्वतंत्रता की लड़ाई ली. ശേഷം നമുക്ക് സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം വന്നു, അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അത്രയുമാണ് ചോദ്യോത്തരങ്ങൾ വരുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ ഓർഡറാക്കി എഴുതാനാണ്. ആദ്യം ഏതാ, രണ്ടാമത് ഏതാ, മൂന്നാമത് ഏതാ എന്നുള്ളത് നമ്മൾ എഴുതണം. അത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽ. അതിവിടെ അല്ലേ വരുന്നത്, ഇതാണ് വരുന്നത്. ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽ പടേ. യാത്ര കെ ദൗറാൻ ഹസാറോ ലോക് ചുട്ടേ. അപ്പോൾ ഇത് ഫൺ എഴുതുക. ഒരുപാട് ആളുകൾ കൂടെ കൂടി എന്നുള്ളത് രണ്ടാമത്തെ. രാസ്തമേ കൈ ഗാവ് പടേ. വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായി. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബഹ് ഫിർ ചൽ പടത്തെ.
അപ്പോൾ രാത്രി എവിടെയെങ്കിലും തങ്ങിയിട്ട് വീണ്ടും നടക്കുന്നു അടുത്ത ദിവസം രാവിലെ. ഇത് 4-മത്തെ. സമുദ്ര के पानी से नमक बनाकर अंग्रेजों का कानून तोड़ा. അപ്പോൾ അങ്ങനെ ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. അപ്പോൾ ഈ ഒരു രീതിക്ക് ബ്രിട്ടീഷുകാരെ എങ്ങനെ വെല്ലുവിളിക്കണം എന്നുള്ള വഴി ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നു. അടുത്തത് रपट्टाണ്. गांधीजी अहमदाबाद से पैदल चलकर दांडी पहुंचे. गुद नमक बनाकर अंग्रेजों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रपट तैयार करें. അപ്പോൾ ഗാന്ധിജി സ്വയം അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി നടന്ന് ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരു റപ്പട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ റപ്പട്ട് നോക്കാം. അപ്പോൾ എപ്പോഴും ഒരു റപ്പട്ട് എഴുതുമ്പോൾ നമുക്കറിയാം പത്രത്തിലൊക്കെ വരുന്ന റപ്പട്ടിന് ഒരു ഹെഡിങ് ഉണ്ടാവും. ഒരു ഹെഡിങ് കൊടുക്കുക, സ്ഥലത്തിൻ്റെ പേരുണ്ടാവും. അപ്പോൾ ഇവിടെ ദണ്ഡിയാണ്, ദണ്ഡി കടപ്പുറം, ഗുജറാത്ത് എന്ന് കൊടുത്താലും മതി. अहमदाबाद से पैदल चलकर दांडी पहुंचे गांधी जी. स्वयं नमक बनाकर तोड़ा अंग्रेजों का कानून विशेष संवाददाता. അപ്പോൾ ഇതാണ് ആ ഒരു ഹെഡിങ്. കുറച്ച് ലെങ്തി ആണ്, നിങ്ങൾക്കത് ചുരുക്കാട്ടോ. अब आंसर इधान. महात्मा गांधी ने आज सुबह दांडी के समुद्र तट पर मुट्ठी भर नमक उठाकर ब्रिटिश साम्राज्य के दमनकारी नमक कानून को सफलतापूर्वक तोड़ दिया. ये ऐतिहासिक क्षण 12 मार्च को अहमदाबाद से साबरमती आश्रम से शुरू हुई 24 दिवसीय पदयात्रा का चरम बिंदु था. गांधी जी अपना समर्थकों के साथ करीब 241 ऑलमोस्ट कणकाണ് ഇത് എഴുതണമെന്നില്ല, करीब 241 मील की दूरी पैदल चलकर दांडी पहुंचे. मार्ग में हजारों लोगों ने उनका उल्लासपूर्वक स्वागत किया. आज सुबह प्रार्थना के बाद गांधी जी समुद्र की और बड़े और प्राकृतिक रूप से बने नमक को उठाकर सविनय अवज्ञा आंदोलन की औपचारिक शुरुआत की. इस घटना ने पूरे देश में जोश भर दिया है. गांधी जी ने संदेश दिया कि यह अहिंसक संघर्ष तब तक जारी रहेगा जब तक देश को पूर्ण स्वतंत्रता नहीं मिल जाती. देश के अन्य हिस्सों से भी अब नमक कानून तोड़ने की खबरों आ रही है. ഇതാണ് നമ്മളുടെ ഒരു സമാചാർ പത്രം. നെക്സ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ സമാചാർ പത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളതാണ്. ശീർഷകം ഉണ്ട്, ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഘടന വിവരിച്ചിട്ടുണ്ട്, വസ്തുനിഷ്ഠതയുണ്ട്, ദൃഷ്ടികോണുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ടിക്ക് തന്നെയാണ് വേണ്ടത്. അടുത്തത് നിങ്ങൾക്ക് പ്രൊഫൈൽ തയ്യാർ കറയാണ്. സ്വതന്ത്രതാ സേനാനിയും की പരിശ്രമം की देन है ആസാദി. അപ്പോൾ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സ്വതന്ത്ര സമര സേനാനികളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം. സ്വതന്ത്രതാ സേനാനിയും का പ്രൊഫൈൽ തയ്യാർ കറേ और ആൽബം ഡിജിറ്റൽ ആൽബം ബനായെന്നാണ്. നിങ്ങളോട് ആൽബം തയ്യാറാക്കാൻ അല്ലെങ്കിൽ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്രതാ സംഗ്രാം से संबंधित जानकारियों को इकट्ठा करें और प्रदर्शनी चलाएं. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു പ്രദർശിനി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ആൽബം പോലെ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു ഫ്രീഡം ഫൈറ്ററിനെ എടുക്കുക. മഹാത്മാഗാന്ധിനെ തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന് ജനിച്ചത് 1869 ഒക്ടോബർ 2 പോർബന്ദർ ഗുജറാത്തിലാണ് ജനനം. പ്രമുഖ യോഗ്ദാൻ അഹിംസ और सत्याग्रह के माध्यम से भारत की स्वतंत्रता के लिए आंदोलन. അതുപോലെ അസഹयोग ആന്തോളൻ, സവിനയ അവജ്ഞ ആന്തോളൻ, ദണ്ഡി യാത്രയൊക്കെ ഉണ്ട്. 13 ജാനുവരി 1948 ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ ഇത് ഒരു ഫ്രീഡം ഫൈറ്റർ. നിങ്ങൾക്കത് കൂടാണ്ട് ഭഗത് സിംഗ് ഉണ്ട്, ഝാൻസി റാണി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരുടെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതുപോലെ തയ്യാറാക്കാം. ഇത് ഭഗത് സിംഗിൻ്റെ ആണ്, വേണ്ടവർ നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓഥർ കേട്ടോ. ഉദയൻ വാജ്പേയി ആണ് നമുക്ക് ഈ നമ്മുടെ സ്റ്റോറി, നമ്മൾ ഈ പഠിച്ച സ്റ്റോറീൻ്റെ ഓഥർ. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക.